ലിസ്റ്റിന് എടുക്കാതെ പോയൊരു സിനിമ എനിക്ക് കൃത്യമായിട്ട് രോമാഞ്ചമാണ് അല്ലേ. ലിസ്റ്റിന് 2 പ്രാവശ്യം സിനിമ കണ്ടു എന്നാണ് എൻ്റെ അറിവ്. 2 പ്രാവശ്യം സിനിമ കണ്ട് രോമാഞ്ചം ലിസ്റ്റിന് ഒരു രീതിക്കും വർക്കൗട്ട് ആകുന്നില്ല. ആ സിനിമ ലിസ്റ്റിന് വിടുന്നു. പിന്നീട് ജോബി ജോർജ് ആ സിനിമ എടുക്കുന്നു, അത് സൂപ്പർ ഹിറ്റ് അടിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഇത് ചർച്ച ചെയ്തിട്ടുള്ള അല്ലെ, പ്രേക്ഷകർ അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പ്രേക്ഷകരും കൂടെ അറിയണല്ലോ. അത് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമാണ്. ലിസ്റ്റിന് ഒരു സിനിമയുടെ കാഴ്ചപ്പാട് ഇല്ലാതെ പോയെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ലിസ്റ്റിന് അത് അംഗീകരിക്കുമോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ സിനിമ ഓഡിയൻസിനെ കാട്ടുന്നതിന് മുമ്പ് നമ്മൾ തിയേറ്ററിലിരുന്ന് പല ഇതിൽ പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരും കാണും, അഭിപ്രായം പറയാറൊക്കെ പിയുനുണ്ട്. ആ സിനിമ ആ സമയത്ത് പലരും കണ്ട കൂട്ടത്തിൽ ഞാനും കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം എനിക്കെന്തോ, അതായത് ഈ സിനിമ ഇത്ര വലിയ ഹിറ്റ് ആവുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ നമ്മളിലൂടെ വന്നു പോയേനെ. വേറെ ആരുടെ അടുത്തേക്കും പോകുന്നില്ല അല്ലെ, നമ്മളിലൂടെ വന്നു പോയേനെ. പക്ഷെ എങ്കിൽ കൂടി ആ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിക്കും. ആ പ്രൊഡ്യൂസറിനെ എന്നിൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ആ ആൾക്കും ചെയ്തിട്ടുണ്ട്. അതെന്തു ആയിക്കോട്ടെ, ആ ആൾക്ക് എന്നിൽ പറ്റുന്ന ഹെൽപ്പ് ഞാൻ സിനിമ എടുക്കാതെ. അതെ അതെ, അതാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇതൊരു പൂർണ്ണ റിസ്ക് ആയിട്ട് നമുക്കിപ്പോൾ ഇവന് എടുക്കാൻ പറ്റുമോ, അതിൻ്റെ അകത്ത് പുള്ളിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഇവൻ അറിയില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഇതിപ്പം ഞാനൊരു സിനിമേനെ ഇതായിട്ട് പറയുന്നല്ല, ആ സിനിമ നമുക്കിപ്പോ ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നീട് ഇത് റിലീസ് ചെയ്യേണ്ട തിയേറ്ററിൽ പോയിരുന്നു കണ്ടോ? തിയേറ്ററിലും പോയിരുന്നുണ്ട് റിലീസ് കഴിഞ്ഞിട്ട്. അതെ അതെ, ഈ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴും അപ്പോഴും എങ്ങനെ അപ്പോഴും വർക്കൗട്ട് ആയില്ല? അല്ല, അങ്ങനെയല്ല. അപ്പൊ ഇത് എവിടെയാണ് നമുക്ക് പാലിച്ചെന്ന് വീണ്ടും പോയി നോക്കും. അല്ല, ഇതിപ്പം ഈ ഇന്റർവ്യൂ കാണുന്നവർ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് ഇതുപോലെ 100 കണക്കിന് സിനിമകൾ പലര് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലായോ? അപ്പം ഒരു സിനിമ എടുക്കുന്നതിന് മുമ്പ് സാറ്റലൈറ്റുകാരായിക്കോട്ടെ, OTT-കാരായിക്കോട്ടെ, അപ്പം അവർക്കൊന്നും ചിലപ്പോൾ ചില സിനിമകൾ അവരുടെ പ്ലാറ്റ്ഫോമിൽ പറ്റത്തില്ല, അല്ലെങ്കിൽ ഈ സിനിമ ചാനലിന് പറ്റുന്ന സിനിമകൾ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് പല പല സിനിമകൾ മാറി പോവാറുണ്ട്, എടുക്കാതെ പോവാറുണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ ഇത് എന്തുകൊണ്ടിട്ടാണ് നമുക്കിത് ഇഷ്ടപ്പെടാതെ പോയത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒത്തിരി മേളിൽ റിസൾട്ട് വന്നത് എന്ന് നമ്മൾ തിയേറ്ററിലൂടെ പോയി കാണണം. നമ്മൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു സിനിമയില് നമ്മളിപ്പോ നിലനിൽക്കുന്ന ഒരാളും നമ്മളും ഒരുപാട് സിനിമകളിൽ പുറകെ പോകുന്ന ആളും ആയതുകൊണ്ടിട്ട് നമ്മളിതെല്ലാം കണ്ടിരിക്കണം. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും ഇപ്പം അത് അന്നേ അറിയാമായിരുന്നത് ഭയങ്കര ഹിറ്റാന്ന്. അല്ലല്ല, ഞാൻ പറഞ്ഞ നമ്മൾ സിനിമയിൽ നിൽക്കുന്നല്ലേ ആൾക്കാർ ഇങ്ങനെ പക്ഷെ ഞാനത് ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പൊ അലി ചോദിച്ചപ്പോഴും എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ആവാം, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാന്ന് പറയാം. അതെ, പക്ഷെ എനിക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നുന്നില്ല. ഞാൻ കണ്ടപ്പോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വലിയ ഹിറ്റായ സിനിമ. അപ്പൊ തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പം ഇതെന്താണ് ഇത്ര വലിയ ഹിറ്റായെന്ന് അപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്. മീൻസ് പറഞ്ഞോണ്ട്, കാരണം എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും അല്ല, അതാണ്. അപ്പൊ നമ്മൾ ആ മൈൻഡിലൊക്കെയാണല്ലോ ആ സിനിമ ഫ്രീ ആയിരിക്കണം ഒരു സിനിമ കാണുമ്പോൾ. അതാണ്. അപ്പൊ നമുക്കിപ്പോ ഈ പൈസ അവിടുന്ന് വരാണ്ട് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട്, അയ്യോ അവിടെ ഇപ്പൊ ആ ആർട്ടിസ്റ്റിന് നടുവേന എന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് പറ്റിയിട്ടില്ല, ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അവിടെ ഷൂട്ടിംഗ് നടന്നില്ല. അപ്പൊ ഇങ്ങനത്തെ 10 കോളുകൾ പരിപാടികളെല്ലാം നമുക്ക് വരുമ്പോ നമുക്ക് ഇതിനകത്ത് വർക്കാവൂല, ഉറപ്പായിട്ടും വർക്കാവൂല. അത് തന്നെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആയിരിക്കാം, ഓഫ് കോഴ്സ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ എന്നാലും ചില സിനിമകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ എത്രയോ മുകളിലാണ്.